പ്രചാരണ സന്ദർഭങ്ങളിൽ അത് ഉയർന്നു വന്നു. വേടൻ എന്ന് പറയുന്ന ഗായകന് കൊടുത്ത പ്രത്യേക പരിരക്ഷ, ഇതേ കുറ്റമാണ് അദ്ദേഹത്തിനെതിരായിട്ട് ചുമത്തിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, പുറത്തുപോയി. അദ്ദേഹത്തിന് വിദേശത്ത് പോകാനുള്ള അനുമതി കിട്ടി. പിന്നെ സർക്കാർ പുരസ്കാരം കൊടുത്ത് ആദരിക്കുകയും ചെയ്തു. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവർ പ്രതികരിക്കാതിരിക്കുമോ? അവർ പ്രതികരിച്ചു. അതാണ് തോൽവിയുടെ മറ്റൊരു കാരണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെയാണ് PM ശ്രീ ആ കരാറിൽ ഒപ്പുവെച്ചത്. ജനങ്ങളെ ഇതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് ഇന്റലിജൻസ് പറയുന്നുണ്ട്. ഇത് CPMന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും BJPയുടെ കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള രഹസ്യ നീക്കമായിട്ടാണ് ജനങ്ങൾ അതിനെ സംശയത്തോടെ കണ്ടത്, ആശങ്കയോടെ കണ്ടത്. ഇവിടെ BJPക്കും RSSനുമെതിരെ വലിയ വർത്തമാനം പറയും, ഉച്ചത്തിൽ സംസാരിക്കും. ഞങ്ങളാണ് RSSന്റെ ഫാസിസ്റ്റ് നയങ്ങളെ, BJPയുടെ നിലപാടുകളെ എതിർക്കാൻ പറ്റിയ ഏക പാർട്ടി എന്ന് പറയും. പക്ഷേ ഡൽഹിയില് രഹസ്യാബാന്ധവ് അല്ലെങ്കിൽ രഹസ്യ ഒത്തുതീർപ്പുകള് അങ്ങനെ PM ശ്രീയില് ഒപ്പുവയ്ക്കുന്നു. അതിനെ ആശങ്കയോടാണ് കണ്ടത് ജനങ്ങള്. അതിന് ഉപോത്പരകമായിട്ട് CPIയുടെ നിലപാട് വന്നു. അവരിതിനെ പരസ്യമായിട്ട് എതിർത്തു. അവസാനം ആ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കേണ്ടി വന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ. ഈ വിഷയത്തിൽ സംശയാലുക്കളായ ഒരു വലിയ ശതമാനം ആളുകൾ UDFന് വോട്ട് ചെയ്തു.